പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NISന്റെ +2 വൊക്കേഷണൽ വിഷയത്തിന്റെ ക്ലാസ് ആണ്. ഡാറ്റ എൻട്രി ഓപ്പറേഷൻ, കോഡ് നമ്പർ 632. 2022 ഒക്ടോബർ ബാച്ച് മുതൽ നിർബന്ധിത വിഷയമായിട്ടാണ് ഈ വൊക്കേഷണൽ വിഷയം കണക്കാക്കുന്നത്. ഇതേ വിഷയം തന്നെ നോൺ വൊക്കേഷണൽ വിഷയമായിട്ട് കഴിഞ്ഞ വർഷം വരെയും ഈ വർഷം മുതലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 336 കോഡ് നമ്പർ. ഓക്കെ, അതേപോലെ തന്നെ 10ാം ക്ലാസ്സിന്റെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ്, ഇതിനൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള കോമൺ ആയി വരുന്ന ഒരു ചാപ്റ്ററാണ് ഫോർമുല, ഫംഗ്ഷൻ ആൻഡ് ചാർട്ട്. ഇത് മൈക്രോസോഫ്റ്റ് എക്സലിലാണ് ഇത് വരുന്നത്. എക്സലിൽ വരുന്ന കാൽക്കുലേഷൻസ് ആണ്. കഴിഞ്ഞ അധ്യായത്തില് എക്സലിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എക്സൽ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. കമ്പ്യൂട്ടറിൽ പവർ ബട്ടൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സൽ ഓപ്പൺ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ബട്ടണിൽ പോവുക. അതില് മൈക്രോസോഫ്റ്റ് സ്റ്റാർട്ടില് പ്രോഗ്രാമിൽ പോവുക. പ്രോഗ്രാമില് മൈക്രോസോഫ്റ്റ് ഓഫീസിൽ പോവുക. അതിൽ പെട്ടതാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. സ്റ്റാർട്ട്, ഓൾ പ്രോഗ്രാംസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ്, മൈക്രോസോഫ്റ്റ് എക്സൽ. അത് പല വെർഷൻസ് ഉണ്ട്. 2007 ഉണ്ട്, 2014, 2017 അങ്ങനെ പല വെർഷൻസും ഉണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങളെ അതിൽ വരുന്നുള്ളൂ. അപ്പൊ ഇത് നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിന് 100% ചോദിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. തിയറി എക്സാമിനേക്കാൾ കൂടുതൽ ഈ ചാപ്റ്റർ നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിനാണ്. പ്രാക്ടിക്കൽ എക്സാമിന് 2 ചോദ്യങ്ങളാണ് ഡാറ്റ എൻട്രി ഓപ്പറേഷനിൽ ചോദിക്കുന്നത്. ഒന്ന് മൈക്രോസോഫ്റ്റ് വേർഡിൽ നിന്ന്, ഒന്ന് മൈക്രോസോഫ്റ്റ് എക്സൽ, അല്ലെങ്കിൽ പവർ പോയിന്റിൽ നിന്ന് എക്സലിൽ, ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിലാണ്. ഇവിടെ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്, കാൽക്കുലേഷൻസ് ഒരുപാടുണ്ട്. ഇതിൽ നമുക്ക് SSLCക്കും +2നും പഠിക്കേണ്ട ഒരു 4 5 മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇതാണ് പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കുന്നത്. സം എന്ന് പറഞ്ഞാൽ ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കാം. രണ്ടാമത് ആവറേജ്, ശരാശരി എങ്ങനെ കണ്ടുപിടിക്കാം. 3 മാക്സിമം, ഏറ്റവും വലുത് ഏതാണ്. മിനിമം, നേരെ ഓപ്പോസിറ്റ്, ഏറ്റവും ചെറുത് ഏതാണ്. കൗണ്ട്, എത്ര എണ്ണമുണ്ട് എന്നുള്ളതൊക്കെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷൻസ് ഉപയോഗിക്കുന്നത്. ഇത് സാധാരണ നമ്മള് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് തന്നിട്ട്, അങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറ്. വിവിധ വിദ്യാർത്ഥികളുടെ വിവിധ വിഷയങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ തന്നിട്ടുണ്ടാവും പല രീതിയിലും. ഓരോ കോളത്തിൽ വിദ്യാർത്ഥിയുടെ പേര് എഴുതിയിട്ടുണ്ടാവും. അടുത്ത കോളത്തിൽ സബ്ജക്റ്റിന്റെ പേര്, ഇംഗ്ലീഷിന് കിട്ടിയ മാർക്ക് എത്ര ഓരോ വിദ്യാർത്ഥിക്കും, അടുത്ത കോളത്തിൽ മലയാളത്തിന് എത്ര കിട്ടി, സോഷ്യലിന് എത്ര കിട്ടി, സയൻസിന് എത്ര കിട്ടി, മാത്സിന്, ഇങ്ങനെ വിവിധ വിഷയങ്ങളുടെ മാർക്കുകൾ കിട്ടിയിട്ടുണ്ടാവും. പ്രോഗ്രസ് കാർഡുകളൊക്കെ തയ്യാറാക്കുമ്പോൾ വളരെ ഉപകാരപ്രദമായിട്ടാണ് ഈ ഇക്വേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ സമ്മ് കാണാൻ എളുപ്പമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, സാധാരണ നമ്മൾ സെല്ല് സെലക്ട് ചെയ്യാം. എവിടുന്ന് മുതലാണ് ഏത് വരെയാണോ നമുക്ക് സമ്മ് കാണേണ്ടത്, സെല്ലിന്റെ പേരുണ്ടാവും. A1 മുതൽ A2 വരെ. ഒരു വിദ്യാർത്ഥിയുടെ 1ാമത്തെ വിഷയം മുതൽ 5ാമത്തെ വിഷയം വരെയാണ് ടോട്ടൽ എങ്കിൽ അത്രയും കോളും നമ്മൾ സെലക്ട് ചെയ്തിട്ട് മുകളിൽ കുറെ റിബൺ ബട്ടൺ കാണുന്നുണ്ട്. ആ റിബൺ ബട്ടണിന് ഫോർമുല എന്ന് പറയുന്ന ഒരു റിബൺ ബട്ടൺസ്, ഹോം, ഇൻസേർട്ട്, ഫോർമുല. ഫോർമുലയിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോ സം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫോർമുലയിൽ പോയാൽ ഓട്ടോ സം, ആ ഓട്ടോ സമ്മിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും കാണാം. സം, ആവറേജ്, മാച്ച്. അപ്പൊ നമുക്ക് സമ്മ വേണ്ടതെങ്കിൽ സമ്മിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിന്റെ സമ്മ അവിടെ കിട്ടും. അടുത്ത വിദ്യാർത്ഥിയുടെ അതേപോലെ തന്നെ കണ്ടുപിടിക്കാം. ഇങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഓരോന്നും ഓട്ടോ സമ്മിൽ പോകേണ്ട ആവശ്യമില്ല. ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയുടെ മാർക്ക് സെലക്ട് ചെയ്ത് ബാക്കി എത്ര വിദ്യാർത്ഥികളുടെ കാണണമെന്ന്
റൗണ്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഓട്ടോമാറ്റിക് കിട്ടും. ഉദാഹരണമായി ഒരു ക്ലാസ്സിൽ 25 കുട്ടികളുടെ മാർക്ക് ഉണ്ടെങ്കിൽ ഒരു കുട്ടിയുടെയോ 2 കുട്ടിയുടെയും മാർക്ക് നിങ്ങൾ ടോട്ടൽ കണ്ടുപിടിച്ചാൽ ബാക്കി 23 കുട്ടികളുടെയും മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമ്മ് കോളം ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും ടോട്ടൽ മാർക്ക് അല്ലെങ്കിൽ സമ്മ് മാർക്ക് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എളുപ്പം. അപ്പോ ഇനി ഇതല്ലാതെ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇക്വേഷൻ ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് സമ്മ് കാണാനുള്ളത് ഈക്വൽ ടു അടിക്കാം. സമ്മ് കാണാൻ ഈക്വൽ ടു സമ്മ്. പിന്നെ നമ്മൾ ബ്രാക്കറ്റ് എടുക്കണം. ബ്രാക്കറ്റ് നമ്മൾ കീബോർഡിൽ അടിക്കുമ്പോൾ ഷിഫ്റ്റും ഫസ്റ്റ് ബ്രാക്കറ്റ് അടിക്കാം. എന്നിട്ട് എവിടെ മുതൽ എവിടെ വരെയാണ് ഇപ്പൊ A1 മുതൽ ഇപ്പൊ ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കാം. ഇത് A1 2 3 4 ഇങ്ങനെ സെല്ലാണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ 4 കോളത്തിന്റെയും സമ്മാണ് നമ്മൾ കാണണമെങ്കിൽ എവിടുന്ന് മുതൽ A1 മുതൽ ഏതുവരെ വേണം A4. ഇനി ഇങ്ങോട്ട് പോകുമ്പോ B1 B2 B3 അത് വേറെ വരും. ഇങ്ങനെയാണ് കാണണമെങ്കിൽ A1 മുതൽ അപ്പൊ A1 മുതൽ A4 ഇങ്ങനെ എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. മനസ്സിലായോ? ഈക്വൽ ടു സമ്മ് എവിടുന്ന് മുതലാണെന്നാണ് A1 മുതൽ A4. ഇതൊരു ഉദാഹരണമാണ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ഇട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. പിന്നെ എന്റർ ബട്ടൺ അമർത്തുക. അപ്പൊ നമുക്ക് ടോട്ടൽ കിട്ടും. ബാക്കിയുള്ള വിദ്യാർത്ഥിയുടെ കിട്ടണമെങ്കിൽ മൗസ് ഉപയോഗിച്ച് വലിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി കൂടി കണ്ടുവെക്കുന്നത് നല്ലതാണ്. 2 വിദ്യാർത്ഥിയുടെ മിനിമം കണ്ടുവെക്കാൻ നിങ്ങൾ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ബാക്കിയുള്ളത് ബാക്കി 23 കുട്ടികളുടെ 23 കുട്ടികളുടെ മൗസ് ഉപയോഗിച്ച് വലിച്ചു കഴിഞ്ഞാൽ മാറും. ഇതേപോലെ ആവറേജ് ശരാശരി ഇത്രയും ഈ 4 എണ്ണത്തിന്റെ ശരാശരി എത്രയാണ്, A1 മുതൽ A4 വരെയുള്ളതിന്റെ ശരാശരി എത്രയെന്നുള്ളത് ഈ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റമുള്ളൂ. ഈക്വൽ ടു എടുക്കുക. സമ്മ് എന്നുള്ളടുത്ത് എന്ത് കൊടുക്കാം? ആവറേജ് എന്ന് കൊടുക്കും. സമ്മ് എന്നുള്ളടുത്ത് ആവറേജ് AVG കേട്ടോ. ആവറേജ് എന്ന് കൊടുക്കുന്നു. ഏത് മുതൽ ഏത് വരെ? A1 മുതൽ A4. ഇവിടെ ഒന്നും മാറ്റമില്ല. A1 മുതൽ A4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്റർ അടിക്കുക. ഇതാണ് ആവറേജ് കാണുന്നത്. ഇതേപോലെ മാക്സിമം എത്ര? ഇവിടെ 10 20 30 15 നമുക്ക് കൊടുത്തിട്ടാണ് കുട്ടികളുടെ മാർക്ക് തന്നിട്ടാണ്. ഇതിപ്പോ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു കുട്ടിക്ക് മനസ്സിലാക്കും ഇതിൽ ഏറ്റവും വലുത് എത്രയാണ്. ഈ കിട്ടിയ മാർക്കിൽ ഏറ്റവും വലുത് എത്ര? 30ആണ്. A3ക്ക് നേരെയുള്ളതാണ്. പക്ഷെ അങ്ങനെ എടുത്ത് എഴുതാൻ പറ്റില്ല. നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യണം. ഈക്വൽ ടു കൊടുക്കാം. മാക്സിമം എന്നുള്ള ഫുള്ള് ടൈപ്പ് ചെയ്യേണ്ട MAX ഏത് മുതൽ ഏത് വരെ? A1 മുതൽ A4 വരെ നോക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്റർ അടിക്കുക. അടുത്തത് മിനിമം. സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് ഏറ്റവും ചെറുത് എത്രയെന്ന് അറിയാൻ പറ്റും? 10 ആണ്. അവിടെയും നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് എഴുതാൻ പറ്റില്ല. പരീക്ഷയ്ക്ക് ഇക്വേഷൻ അത് നിങ്ങൾ എഴുതരുത്, മാർക്ക് കിട്ടൂല. ഇത് സ്കൂളിലുള്ള മാത്സ് അല്ല, ഇത് നമ്മള് PSCക്കുള്ള ആൻസർ ചെയ്യലല്ല. അപ്പൊ നമ്മൾ ഇതേ ഇക്വേഷൻ തന്നെ വെച്ച് ചെയ്യാം. ഈക്വൽ ടു മിനിമം MIN ഇട്ടാണ്. മാക്സിമം MAX A1 ടു A4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്റർ. ഇതേപോലെ തന്നെ കൗണ്ട് നമുക്ക് എത്ര കണ്ടോ? 1 2 3 4 എണ്ണി അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യണം. A1 ടു ഈക്വൽ ടു കൗണ്ട് എന്ന് കൊടുക്കുക. ഏത് മുതൽ ഏത് വരെ കൊടുക്കണം? A1 മുതൽ A4 വരെ നോക്കുക, ബ്രാക്കറ്റ് എന്റർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചു. എല്ലാവരും ഈ 2 എണ്ണം ചെയ്തു വെക്കാം. ഒരു 10 കുട്ടികളുടെ നിങ്ങൾക്ക് പരീക്ഷ ചെയ്യാൻ വന്നു കഴിഞ്ഞാല് സമ്മ് 2 എണ്ണം കണ്ടുപിടിച്ചിട്ട് പിന്നെ മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്യാം. അപ്പൊ ബാക്കിയുള്ളത് ആവറേജ് 2 എണ്ണം കണ്ടുപിടിക്കാം. എന്നിട്ട് മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്യാം. മാക്സിമം അങ്ങനെ ചെയ്താൽ മതി. ഓരോന്ന് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ സമയം എടുക്കും. അതിന്റെ ആവശ്യമൊക്കെ വരുന്നത് 2 എണ്ണം കണ്ടുപിടിക്കും. ഒന്ന് മാത്രം കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ എന്താ വെച്ചാല് നമ്മളൊരു ആൻസർ എഴുതിയാൽ ചിലപ്പോൾ മൗസ് ഉപയോഗിക്കുമ്പോൾ അതേ ആൻസർ എല്ലാ കോളത്തിലും വരും. അങ്ങനെ സ്വാഭാവികമായി സംഭവിക്കാറുണ്ട്. അപ്പൊ അത് തെറ്റാതിരിക്കാൻ 2 ആൻസർ എങ്കിലും ഓരോ കോളത്തിലും. ഇങ്ങനെ വെച്ച് ചെയ്യാൻ അറിയാത്തവര് ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ഇത്രയും ഭാഗം നിങ്ങൾ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഏതിന് പോകണം? ഫോർമുലയിൽ പോവുക. ഫോർമുല എവിടെയാണ് നമുക്ക് ആൻസർ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആ സെല്ലും സെലക്ട് ചെയ്യണം കേട്ടോ. ഏത് സെല്ലിലാണ് ഉത്തരം? ഇപ്പൊ ഇവിടെ A5ലാണ് ഉത്തരം എഴുതേണ്ടത്. അപ്പൊ ഈ സെല്ല് സെലക്ട് ചെയ്യണം. ഈ സെല്ല് ഇവിടെയാണ് ആൻസർ
വരേണ്ടത്. എവിടെയാണ് ആൻസർ വരേണ്ടത് അവിടെ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഫോർമുലയിൽ പോവുക, ഓട്ടോ സം എടുക്കുക, അതിൽ സമ്മ് വേണമെങ്കിൽ സമ്മ് എടുക്കുക, ആവറേജ് വേണമെങ്കിൽ ആവറേജ് എടുക്കുക, മാക്സിമം ആണെങ്കിൽ മാക്സിമം എടുക്കുക, മിനിമം വേണമെങ്കിൽ മിനിമം എടുക്കുക, കൗണ്ട് വേണമെങ്കിൽ കൗണ്ട് എടുക്കുക. ഇങ്ങനെയാണ് നമ്മുടെ കാൽക്കുലേഷൻസ് വരുന്നത്. പരീക്ഷയ്ക്ക് നിങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്തു വെക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് PCP ക്ലാസ്സുകൾ നിങ്ങളുടെ NSന്റെ സ്റ്റഡി സെന്ററിൽ നിന്ന് ലഭിക്കും. നിങ്ങൾ റെഗുലർ ആയിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ കോളേജിൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം. ഇതിന് സൗകര്യമില്ലെങ്കിൽ വീട്ടിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. അതിനും പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ പരീക്ഷ സമയത്തെങ്കിലും നിങ്ങൾ ഇത് പോയി കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് പഠിക്കേണ്ടതാണ് എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഇനി നമുക്ക് ഇതില് ചോദിക്കാൻ സാധ്യതയുള്ളത് ഫോർമുല ഫംഗ്ഷൻ ചാർട്ടുകളെ കുറിച്ചിട്ടാണ്. വിവിധ തരത്തിലുള്ള ചാർട്ടുകൾ ഈ പറഞ്ഞ കാൽക്കുലേഷൻ എല്ലാം ചെയ്യും. വിദ്യാർത്ഥികളുടെ മാർക്കുകളൊക്കെ കണ്ടുപിടിച്ചു, ശതമാനം കണ്ടുപിടിച്ചു, ആവറേജ് കണ്ടുപിടിച്ചു, ടോട്ടൽ കണ്ടുപിടിച്ചു, വിവിധ വിദ്യാർത്ഥികളുടെ ഒരു 10 കുട്ടികളുടെ ഇങ്ങനെ കണ്ടുപിടിച്ചു. ഇനി ഈ കണ്ടുപിടിച്ച മാർക്കുകൾ ഒരു ചാർട്ട് രൂപത്തില് അല്ലെങ്കിൽ ഒരു ഗ്രാഫ് രൂപത്തില് ഒരു ഡയഗ്രാം രൂപത്തില് നമുക്ക് പ്രദർശിപ്പിക്കണമെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള എക്സലുള്ള ആ ഫുള്ള് കോളങ്ങൾ പേര് മുതൽ കാൽക്കുലേഷൻ വരെയുള്ള ഫുള്ള് സെലക്ട് ചെയ്യുക. അതിന് Ctrl+A കീബോർഡിൽ അടിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ പോകേണ്ട ഓപ്ഷൻ ഏതാണ്? സാധാരണ നമ്മൾ ഇവിടെ ഹോം, ഇൻസേർട്ട്, ഫോർമുല ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഇൻസേർട്ട് ബട്ടണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയും? ഗ്രാഫുകളും ഡയഗ്രാംസുകളും ഒക്കെ കാണാൻ കഴിയും. അതിൽ നമുക്ക് പലതരത്തിലുള്ള ഗ്രാഫുകൾ ഉപയോഗിക്കാം. ലൈൻ ചാർട്ട്, ലൈൻ രൂപത്തിലാണ് ലൈൻ ചാർട്ട് കേട്ടോ. ഏകദേശം ഒരു ലൈൻ രൂപത്തിലാണ് ലൈൻ ചാർട്ട്. ഇങ്ങനെയൊക്കെ ലൈൻ രൂപത്തിൽ വരുന്ന ലൈൻ ചാർട്ട്. ഇതേപോലെ തന്നെ പൈ ചാർട്ട് വരുന്നുണ്ട്. റൗണ്ട് രൂപത്തിൽ, സർക്കിൾ രൂപത്തിൽ. ഇത് ടോട്ടൽ ഡിഗ്രി 360 പൈ ചാർട്ട് വരച്ചാൽ ഓരോന്നും എത്രയെന്നുള്ളത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കാണും. ഇതേപോലെ തന്നെ ബാർ ചാർട്ട്, ബാർ രൂപത്തിലുള്ള ചാർട്ടുകളുണ്ട് എക്സലിൽ. ഇതൊക്കെ ഓരോ ബാറുകളാണ്. ഈ ബാറിന്റെ അടിയിൽ ഓരോ ഗ്യാപ്പുകൾ വരും. ഇതാണ് ബാർ എന്ന് പറയുന്നത്. ഏരിയ ചാർട്ട് ഉണ്ട്, XY ചാർട്ട് ഉണ്ട്, സ്റ്റോക്ക് ചാർട്ട് ഉണ്ട്, റീഡർ ചാർട്ട്. നിങ്ങൾ പലതരത്തിലുള്ള ചാർട്ടുകൾ എക്സൽ ഉപയോഗിക്കുന്നതാണ്. അതിൽ ഒന്നാമത്തെയാണ് കോളം ചാർട്ട്. ഈ കോളം ചാർട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അളവുകളൊക്കെ താരതമ്യം ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടോ. എന്തിനാണ് ഈ വിവിധ തരത്തിലുള്ള ചാർട്ടുകളെ കുറിച്ച് വിവരിക്കാൻ പറയും. കോളം ചാർട്ട് എന്ന് പറഞ്ഞാൽ അളവുകൾ താരതമ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കോള രൂപത്തിലാണ് പ്രദർശിപ്പിക്കുന്നത്. ലൈൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തെ വിവരങ്ങൾ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ലൈൻ ചാർട്ട്. പൈ ചാർട്ട് എന്ന് പറഞ്ഞാൽ സർക്കിൾ രൂപത്തിലാണ് വിവരങ്ങളെ ആനുപാതികമായി ചിത്രീകരിക്കുക. മൊത്തം 360 ഡിഗ്രിയാണ്. 100% ആണെങ്കിൽ ആ 100% ഓരോന്നും ഡിവൈഡ് ചെയ്യും. ഭക്ഷണത്തിന് എത്ര, വസ്ത്രത്തിന് എത്ര, പാർപ്പിടത്തിന് എത്ര ചെലവഴിച്ചു, ഇങ്ങനെയൊക്കെ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടായി. അതൊക്കെ പൈ ഡയഗ്രാമിൽ പ്രദർശിപ്പിക്കാം. ബാർ ചാർട്ട് ഓരോ ഐറ്റത്തിന്റെ താരതമ്യം. ഇത് ഒന്നാമത്തെ കുട്ടിയുടെ മാർക്ക്, ഇത് രണ്ടാമത്തെ കുട്ടിയുടെ മാർക്ക്, ഇതിന്റെ ഹൈറ്റ് വെച്ചിട്ട് താരതമ്യം ചെയ്യാം. ഏരിയ ചാർട്ട് ഡിഗ്രി ഓഫ് ചേഞ്ചസ് ഓവർ ടൈം, ഒരു നിശ്ചിത സമയത്ത് എത്ര മാറ്റമുണ്ടായി എന്ന് കണ്ടുപിടിക്കാൻ ഏരിയ ചാർട്ട് ഉപയോഗിക്കുന്നുണ്ട്. XY ചാർട്ട് കോറിലേഷൻ, രണ്ട് വേരിയബിൾ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുന്നുണ്ട്. XY ചാർട്ട് ഡിമാൻഡ്, പ്രൈസും ഡിമാൻഡും, പ്രൈസും സപ്ലൈയും അല്ലെ, ഇങ്ങനെയൊക്കെ നമുക്ക് എന്താണ് XY ചാർട്ട് ഉണ്ട്. സ്റ്റോക്ക് ചാർട്ട് സ്റ്റോക്ക് മാർക്കറ്റിന്റെ കയറ്റിറക്കങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്നു. പിന്നെ റാഡർ ചാർട്ട്, റാഡർ എന്ന് പറഞ്ഞാൽ ഡാറ്റ സീരീസ്, ആഗ്രിഗേറ്റ് വാല്യൂ, ഇതൊക്കെ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഒരു ചാർട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് വേണ്ടത് ചാർട്ടിന് എപ്പോഴും ടൈറ്റിൽ കൊടുക്കണം, ഹെഡിങ് കൊടുക്കണം, അത് നിർബന്ധമാണ്. പിന്നെ എക്സ് ആക്സിസ്, ഇതാണ് എക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളതാണ് എക്സ്, ഇത് വൈ ആണ്. എക്സിന് എന്താണെന്നുള്ളത് എഴുതണം, വൈയിൽ എന്താണെന്നുള്ളത് എഴുതണം, ചാർട്ടിലുള്ള ഈ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. അതൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെ എക്സിൽ എന്ത് കാറ്റഗറിയാണെന്ന് എഴുതണം. ഇവിടെ വർഷമാണെങ്കിൽ വർഷത്തുള്ളത് എഴുതണം. വൈയിൽ ഏത് കാറ്റഗറി ആണെങ്കിൽ അത് എഴുതണം എന്നുള്ളത്. പിന്നെ ഇതിന്റെ അളവുകൾ എടുക്കണം. ഒരേ സ്പേസിൽ തന്നെ അളവുകൾ കറക്റ്റ് ആയിരിക്കണം. ഇങ്ങോട്ടും എടുക്കുന്ന ആ സ്പേസുകൾ വളരെ കറക്റ്റ് ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാകണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി എക്സലിൽ ഒരു ചാർട്ട് വരക്കാനുള്ള ഇതാണ്. എക്സൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിങ്ങനെ നമ്മള് പെൻസിൽ ഉപയോഗിച്ചൊന്നും വരക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായി കിട്ടും. ചാർട്ട് വരക്കണമെങ്കിൽ ഞാൻ പറഞ്ഞത് നമ്മൾ എക്സലിൽ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ
ഒരു ക്ലാസ്സിലെ 10 വിദ്യാർത്ഥികളുടെ മാർക്കും അതിന്റെ ടോട്ടലും ആവറേജും ഒക്കെ പാടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഫുള്ള് സെലക്ട് ചെയ്യാം. എന്നിട്ട് മൗസ് ഉപയോഗിച്ച് നമ്മൾ സാധാരണ എവിടെയാണോ നമുക്ക് ഗ്രാഫ് വേണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും ഭാഗത്താണ് ഗ്രാഫ് അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ പോകേണ്ടത് ഏതാണ്, ഇൻസേർട്ട് ടാബ്. മുകളിൽ കുറെ റിബൺ ബട്ടൺ ഉണ്ടാവും, ഹോം ഇൻസേർട്ട്. അതിൽ ഇൻസേർട്ട് ടാബിൽ പോവുക. അതിൽ നമ്മൾ ചാർട്ട് എടുക്കുക. ഏത് ടൈപ്പ് ഓഫ് ചാർട്ട് വേണമെങ്കിൽ ചാർട്ട് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ ചാർട്ടിന്റെ ടൈറ്റിൽ സെലക്ട് ചെയ്യണം. അതേപോലെ തന്നെ എക്സ് ആക്സിൽ എന്താണെന്ന് കൊടുക്കണം, വൈ ആക്സിൽ. ഇതേപോലെ തന്നെ ഗ്രാഫ് ഒക്കെ എടുക്കുന്നത് തന്നെയാണ്. ഇൻസേർട്ടിൽ പോയിട്ടാണ് നമുക്ക് ഗ്രാഫ് വേണമെങ്കിൽ ഗ്രാഫ് എടുക്കാം, ഡയഗ്രാം ആണെങ്കിൽ ഡയഗ്രാം എടുക്കുക. ഇതൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെ, വാട്ട് ആർ ദ ചേഞ്ചസ് ഡു യൂസ് എഡിറ്റിംഗ് ചാർട്ട്? എഡിറ്റിംഗ് ഉപയോഗിച്ച് ഒരു ചാർട്ടിൽ വരുത്താവുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ചാർട്ടിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും? ലേ ഔട്ട് ടാബ് ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ലെങ്ത് പൊസിഷൻസ് വ്യത്യാസപ്പെടുത്താം. ഡാറ്റ ലേബലിന്റെ പൊസിഷൻസ് മാറ്റാം. ചാർട്ടിനോടൊപ്പം ഡാറ്റ ടേബിൾ കൂടി നമുക്ക് കാക്കാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യമാണ്, ഡിസ്ക്രൈബ് ഗ്രാഫ് ഓട്ടോ ഷേപ്പ് ആണ്. ഗ്രാഫിക് ഓട്ടോ ഷേപ്പ് എന്തെന്ന് വിശദീകരിക്കാനാണ്. എക്സലിലെ ഓട്ടോ ഷേപ്പ് ഉപയോഗിച്ച് പലതരത്തിലുള്ള ജിയോമെട്രിക്കൽ ഷേപ്പ്, ആരോസ്, ഫ്ലോ ചാർട്ട് എലമെന്റ്സ്, സ്റ്റാർട്ട് മുതലായവ വർക്ക് ഷീറ്റ് ഉൾപ്പെടുത്താം. ഓട്ടോ ഷേപ്പ് ഉപയോഗിക്കാൻ ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്ത് ഷേപ്പുകൾ സെലക്ട് ചെയ്യാം. പല വിഭാഗത്തിലുള്ള ഓട്ടോ ഷേപ്പുകൾ നമുക്ക് ലഭ്യമാണ്. ഇപ്പൊ അതിൽപ്പെട്ട ഒന്നാമത് ലൈനാണ്. ഓട്ടോ ഷേപ്പ് ടൂൾ ബാറിൽ ലൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറെ ഓപ്ഷൻസ് ലഭ്യമാണ്. അതിൽ സ്ട്രൈറ്റ് ലൈൻ ഉണ്ട്, ആരോ ഉണ്ട്, ഡബിൾ എൻഡഡ് ആരോ ഉണ്ട്, കർവ്ഡ് ലൈൻ ഉണ്ട്, ഫ്രീ ഫ്രം ഷേപ്പ്, ഇതൊക്കെ ഉണ്ട്. എസ്കേപ്പ് കീ അമർത്തിയാൽ ഡ്രോയിങ് അവസാനിപ്പിക്കാം. പിന്നെ കണക്ടേഴ്സ് ആണ്. ഈ ലൈനുകൾ ഉപയോഗിച്ച് ഫ്ലോ ചാർട്ട് എലമെന്റ്സിനെ ബന്ധിപ്പിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മൂന്നാല് ബേസിക് ഷേപ്പ് ആണ്. ബേസിക് ഷേപ്പ് തന്നെ രണ്ടോ മൂന്നോ ഡൈമെൻഷണൽ ഷേപ്പ് ഉണ്ടാവും, ഐക്കൺസ് ഉണ്ടാവും, ബ്രാക്കറ്റ് ഉണ്ടാവും മുതലായവ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മെത്തേഡ് ഉപയോഗിച്ച്. പിന്നെ ബ്ലോക്ക് ആരോസ് ആണ്. പലതരത്തിലുള്ള ബ്ലോക്ക് ആരോസ് വർക്ക് ഷീറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഫ്ലോ ചാർട്ട് ആണ്. ഫ്ലോ ചാർട്ട് മെനുവിൽ നിന്നും ഫ്ലോ ചാർട്ട് എലമെന്റ്സ് ലഭ്യമാണ്. അതേപോലെ തന്നെ സ്റ്റാർ ആൻഡ് ബാനർ മുതലായവ ഇത് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ കാൾ ഔട്ട് ഉണ്ട്. സ്പീച്ച്, തോട്ട്, ബബിൾസിൽ നിന്ന് തെരഞ്ഞെടുത്ത് ടെക്സ്റ്റ് ബോക്സിൽ കാൾ ഔട്ട് ടെക്സ്റ്റ് എന്റർ ചെയ്യാം. ഇനി എന്താണ്, വാട്ട് ഈസ് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ്? എന്താണ് ഗ്രാഫിക് സ്മാർട്ട് ആർട്ട് എന്തെന്ന് വിശദീകരിക്കാനാണ്. അറിയിപ്പുകളുടെയും ആശയങ്ങളുടെയും ദൃശ്യാവിഷ്കരണമാണ് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്നും എളുപ്പത്തിലും ഫലപ്രദമായി സന്ദേശങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് ഗ്രാഫിക് ആൻഡ് സ്മാർട്ട് ആർട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ആണ്, ഹൗ ടു ക്രിയേറ്റ് എ സ്മാർട്ട് ആർട്ട്? എങ്ങനെയാണ് ഒരു സ്മാർട്ട് ആർട്ട് ഉണ്ടാക്കുന്നത്? സ്മാർട്ട് ആർട്ട് ഉണ്ടാക്കുന്നത് ഇൻസേർട്ട് ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പിൽ ഇൻസേർട്ടിൽ നിന്ന് എന്ത് പോകണം, ഇല്ലുസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ പോവുക. അതിൽ സ്മാർട്ട് ആർട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത ചോദ്യമാണ്, ഹൗ ടു ആഡ് എ ക്ലിപ്പ് ആർട്ട്? എങ്ങനെയാണ് ക്ലിപ്പ് ആർട്ട് ഉപയോഗിക്കുന്നത്? ഈ ക്ലിപ്പ് എന്ന് പറയുന്നത് ശബ്ദവും ആനിമേഷനും ആർട്ടും ഉൾക്കൊള്ളുന്ന ഒരു മീഡിയ ഫയലാണ്. ഇതിന് നമ്മൾ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യണം. ഇല്ലുസ്ട്രേറ്റഡ് ഗ്രൂപ്പിൽ നിന്ന് ക്ലിപ്പ് ആർട്ട് ക്ലിക്ക് ചെയ്യുക. കളക്ഷൻ സെലക്ട് ചെയ്തിട്ട് ഗോ ബട്ടൺ അമർത്തുക. കളക്ഷനിൽ നിന്നും ഒരു ക്ലിപ്പ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യമാണ്, ഹൗ ടു ഇൻസേർട്ട് എ ഫോട്ടോ ഫ്രം ഫയലാണ്. ഫയലിൽ ഫോട്ടോ എങ്ങനെ ഉൾപ്പെടുത്താവുന്നതാണ്. അതിന് നമ്മൾ ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യണം. ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പിൽ നിന്ന് പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്യുക. പിക്ചേഴ്സ് ഉള്ള ലൊക്കേഷനിൽ നിന്ന് നമ്മൾ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കണം. ഇത്രയാണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ ഈ പറഞ്ഞതാണ് കേട്ടോ. ഈ ഫോർമുല ഡയഗ്രാംസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഇപ്പൊ പ്രാക്ടിക്കലിനൊക്കെ കൂടുതൽ ചോദിക്കാവുന്നത്. നിങ്ങൾ പരമാവധി നിങ്ങളുടെ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന എവിടുന്നെങ്കിലും അതിനുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കണം. 60 മാർക്ക് പ്രാക്ടിക്കലാണ്. നന്നായി വർക്ക് ചെയ്ത് നല്ല മാർക്ക് ഇത് സ്കോർ ചെയ്യാം. തിയറിക്ക് വളരെ കുറഞ്ഞ മാർക്ക് ഉണ്ടായാൽ മതി. ഇതിന്റെ ഗൈഡുകൾ നമ്മുടെ കയ്യിൽ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത് പോസ്റ്റ് വഴി കൊറിയർ വഴി വീട്ടിലേക്ക് എത്തിച്ചു തരും. ഇതുപോലെ NSന്റെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾ, SSLC, +2, അത് വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷനുകൾ കേരളത്തിന്റെ 14 ജില്ലകളിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ, അതുപോലെ നിങ്ങളുടെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ, അസൈൻമെന്റ് വർക്ക്, അതൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മൾ പ്രത്യേക ഗ്രൂപ്പുകൾ തയ്യാറാക്കി നിങ്ങൾ അതിൽ ചേർത്ത് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അതിന് വേണ്ട ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകളൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരുന്നുണ്ട്. ആർക്കെങ്കിലും അഡ്മിഷൻ വേണമെങ്കിൽ നമ്മുടെ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.